മരിച്ച വയക്കര സ്വദേശി നിതിൻ സംസ്കാരം വൈകുന്നേരമാണ് നടക്കുക. ഏതായാലും വളരെ സാമ്പത്തികമായി അത്ര വലിയ ഉന്നതിയിലൊന്നും ആയിരുന്നില്ല. സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്നതായിരുന്നു. അങ്ങനെ ആണ് നിതിൻ 5 വർഷം മുമ്പ് കുവൈറ്റിലേക്ക് പോകുന്നത്. അവിടെ ജോലി ലഭിക്കുന്നു. ആ ജോലിയിൽ കിട്ടുന്ന ശമ്പളം അത് വീട്ടിലേക്ക് അയച്ചു നൽകുകയും അതൊരു വലിയ വരുമാന മാർഗ്ഗമായി, ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗ്ഗമായി മാറുകയും ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷിത വിയോഗം ഉണ്ടാകുന്നത്. ഏതായാലും ഒരു നാട് തന്നെ, ഇപ്പോൾ നാട്ടിലൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. 1.5 വർഷം മുമ്പാണ് നാട്ടിൽ വന്നത്. ഏതായാലും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉണ്ട്. ചേട്ടാ, ഇപ്പോൾ സംസ്കാരമൊക്കെ എപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത്? ഏകദേശം ഒരു 4 മണി 5 മണിയോടുകൂടെ നമ്മളെ പൊതു ദർശനത്തിൻ്റെ വയക്കര ടൗണിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു ടൈം ഒരു 4-5-ൻ്റെ ഉള്ളിൽ ഇവിടെ എത്തുന്നതാണ് ഇപ്പം ഇല്ല റിപ്പോർട്ട് കിട്ടിയത്. അതിനുശേഷം നേരെ വീട്ടിലൊന്ന് ജസ്റ്റ് കയറ്റും. അതിനുശേഷം അവൻ്റെ ഒരു ജീവിത അഭിലാഷമായ ഒരു വീട് വെക്കണം എന്നില്ല ഒരു പ്രതീക്ഷയോടെയാണ് അവൻ കുവൈത്തിലേക്ക് യാത്രയായത്. അപ്പോൾ ഒരു 3.5 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യം ഫസ്റ്റ് അവൻ പോയിട്ട് ഒരു 3.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ലീവ്. അപ്പോൾ ആ തിരിച്ചു വന്ന ആ ഒരു കാലയളവിലാണ് അവനൊരു 10 സെൻറ്റ് സ്ഥലവും അതിനോട് ഒരു തറയും ഒരു കുഴലൊക്കെ അടിച്ച് അതിന് ബാക്കി അതിന് മുകളിലോട്ട് കെട്ടാനൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അടുത്ത ലീവ് 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പൈസ സമ്പാദിച്ചിട്ട് ബാക്കി വീട് വെക്കാൻ നല്ലൊരു ഉദ്ദേശത്തോടെയാണ് രണ്ടാമത് അവൻ യാത്രയായത് ഇവിടുന്ന്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് കല്ലുകളും കുറച്ച് പൈസ കിട്ടുമ്പോൾ കല്ലുകളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്, വീട് ചുമര് കെട്ടാനൊക്കെ ഉള്ളത്. അത് അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഭവനം നിർമ്മാണം. എന്നിട്ട് അവൻ അച്ഛനാ ഈ കാണുന്ന ഈ വീട്ടിലായിരുന്നു വർഷങ്ങളായിട്ട് താമസിച്ചിരുന്നത്. അപ്പോൾ അച്ഛനെയും ഏട്ടനെയും ആ പുതിയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം എന്നില്ല ഒരു പ്രതീക്ഷയോടെയാണ് അവൻ ഈ ഒരു പ്രവാസി ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ കാലം അവന് നൽകിയില്ല. അതിൽ നമ്മളെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം വളരെ ദുഃഖത്തിലാണ്. ഇപ്പോൾ എപ്പോഴാണ് നിങ്ങളിത് അറിഞ്ഞത് സർ? അവൻ്റെ മരണവിവരം അറിഞ്ഞത് ഏകദേശം ഇന്നലെ ഒരു 2:45-3 മണിയോട് കൂടിയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവൻ്റെ ഇതുപോലെ നിതിൻ മരിച്ച വിവരം നമുക്കറിയുന്നത്. കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ കമ്പനിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനിയിൽ നമുക്ക് അതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് 2:45 നമുക്ക് ഈ വിവരം ഡിക്ലെയർ ആയി കിട്ടുന്നത്. അപ്പോൾ വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ അവൻ്റെ അമ്മ ഏകദേശം ഒരു 10-14 വർഷം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്മ. അതിന് ശേഷം അവൻ്റെ അച്ഛൻ തന്നെയാണ് ഈ 2 പിള്ളേരും നോക്കിക്കൊണ്ടിരുന്നത് ഈ ഒരു ചെറിയ ഭവനത്തിൽ. അപ്പോൾ അവൻ 2019 പകുതിയോടുകൂടിയാണ് അവൻ കുവൈത്തിലേക്ക് ഈ ചെറിയ വയസ്സിൽ പ്രവാസ ജീവിതത്തിന് വേണ്ടി പോയത്. കഷ്ടപ്പാട് 26 വയസ്സ് ഏകദേശം 5 വർഷമായി ഇപ്പം എൻ്റെ സർവീസ് അവിടെ കുവൈത്തിൽ. ഇവിടെ എന്തായിരുന്നു ജോലി ഉണ്ടായിരുന്നത്? ഇല്ല, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇപ്പോൾ 26, 5 വർഷം കഴിഞ്ഞാൽ 21 വയസ്സിൽ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയല്ലോ ജോലിക്ക്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ സർക്കാർ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതെല്ലാം കാരണം കുവൈത്തിലേക്ക് ഒരു വേക്കൻസി കിട്ടി. അങ്ങനെ ഡ്രൈവർ വിസയിൽ, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ വിസയിലാണ് അവൻ കുവൈത്തിലേക്ക്. നാസർ മുഹമ്മദ് അൽബത്ത കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അവൻ ഡ്യൂട്ടി ചെയ്യുന്ന കമ്പനി. കുവൈത്തിൽ മങ്കാഫിലായിരുന്നു ഈ ഒരു ബ്ലാസ്റ്റ് നടന്നത്. മങ്കാഫിൽ തീർച്ചയായിട്ടും വളരെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ വീട്ടിലാണ് ഇത്രയും കാലം കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ശോചനീയാവസ്ഥ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സഹോദരനും അച്ഛനുമൊപ്പം നിതിൻ ഇവിടെ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് പുതിയതായി ഒരു വീട് നിർമ്മിക്കാൻ ആലോചിക്കുന്നത്. അങ്ങനെ കുവൈറ്റിൽ പോയി 3.5 വർഷത്തെ സമ്പാദ്യവുമായി തിരികെ നാട്ടിലെത്തി സ്വന്തമായി 10 സെൻറ്റ് സ്ഥലം വാങ്ങുന്നു. അവിടെ വീട് നിർമ്മിക്കാൻ തറ കെട്ടിയിട്ടുന്നു. അതിനുശേഷം തിരികെ പോകുന്നു. വീണ്ടും എത്തി തറ കെട്ടി അതിന് മുകളിൽ വീട് നിർമ്മിക്കാനുള്ള ഈ കല്ലുകളൊക്കെ തന്നെ വെച്ച സമയത്താണ് ഇതിനുമൊരു വിയോഗമുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഒരു സ്വപ്നമായിരുന്നു വീടെന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ ആണ് ഇപ്പോൾ നിതിൻ്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. ഷാജുന്ദ്രയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.